നമ്മളെ ഏറെ വേദനിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു വയനാട്ടെ മാനന്തവാടിയിലെ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ ഒരു നിലപാട്. തന്റെ മകൾ ഷാളിട്ട് വരാൻ താല്പര്യപ്പെടുന്നു, അവളെ തട്ടമിടാൻ അനുവദിക്കണമെന്ന് ഒരു പിതാവ് ആ സിസ്റ്ററോട് അല്ലെങ്കിൽ ആ പ്രധാന അധ്യാപികയോട് പറയുന്നു. ഒരു കാരണവശാലും അനുമതി നൽകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നും അതിനാൽ തന്നെ ഇനി ഷാളോ ഹിജാബോ ഇട്ട് വരാൻ പാടില്ല എന്നും പ്രധാന അധ്യാപിക വാശി പിടിക്കുന്നു. അപ്പോൾ പിതാവ് പറയുന്നു, അങ്ങനെയാണ് എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന്. അധ്യാപിക പറയുന്നു, TC വാങ്ങി പൊക്കോളൂ എന്ന്. ഇതിന്റെ വീഡിയോ അദ്ദേഹം പകർത്തിയിരുന്നു. ആ വീഡിയോ ഞാനടക്കം നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. വലിയ രീതിയിൽ ആ വീഡിയോ ചർച്ചയാക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ആ വീഡിയോയിൽ ഹിജാബ് വേണ്ട എന്നും അല്ലെങ്കിൽ ഷാൾ അനുവദിച്ചു തരില്ല എന്നും പറഞ്ഞ പ്രധാന അധ്യാപിക നിലപാട് മാറ്റിയിരിക്കുകയാണ്. നിലപാട് മാറ്റുക തന്നെ ചെയ്യും. കാരണം ഇത് കേരളമാണ്. ഈ മണ്ണിനെ വർഗീയതയുടെ വിദ്വേഷത്തിന്റെ പ്രചരണത്തിലൂടെ വേട്ടയാടാൻ ആരൊക്കെ എന്നൊക്കെ വന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ നാട്ടിലെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരു പ്രതിരോധ വലയം അവർക്ക് നേരെ തീർത്തിരുന്നു. ആ വലയം ഭേദിക്കാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി ആർക്കും അത് സാധിക്കുകയുമില്ല. കാരണം കേരളത്തിന് അങ്ങനെ ഒരു മണമുണ്ട്, മതേതര മുഖത്തിന്റെ മണം. അത് വയനാട്ടിലെ ലിറ്റിൽ ഫ്ലവേഴ്സ് UP സ്കൂളിലെ അധികൃതർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നോക്കുക, ആ സ്കൂൾ അധികൃതർ ഇപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച ഒരു വാർത്താ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ആരും അങ്ങനെ ഒരു നിലപാടേ എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കഥയെ അറിയില്ല എന്നാണ് അവര് പറയുന്നത്. എങ്കിൽ ആ സിസ്റ്ററുടെ പേരിൽ അല്ലെങ്കിൽ ആ പ്രധാന അധ്യാപികയുടെ പേരിൽ പുറത്തു വന്ന വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ വീഡിയോയിൽ വളരെ വ്യക്തമായി ആ പ്രധാന അധ്യാപിക പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്കത് അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന്. എന്തിനാണ് കള്ളം പറയുന്നത്? തെറ്റു പറ്റിയിട്ടുണ്ട് എങ്കിൽ ആ തെറ്റു ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് തിരുത്താമായിരുന്നു. ഇത് അതിനേക്കാൾ വലിയ കുഴപ്പമായി മാറിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അവർ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. അവരുടെ നിലപാട് ഷാളോ ഹിജാബോ ധരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളം ഒറ്റക്കെട്ടായി അതൊരു വലിയ പ്രതിഷേധമായി മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ അവർക്ക് ആ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. നോക്കുക, നിങ്ങൾ അതായത് ആ പ്രധാന അധ്യാപിക ഇട്ടിരിക്കുന്ന വസ്ത്രത്തോട് ഞങ്ങൾക്ക് നല്ല കൂറുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങളും ഞങ്ങളും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ്. നിങ്ങൾ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ കന്യാസ്ത്രീമാർ സിസ്റ്റർമാർ ഇടുന്ന ആ വസ്ത്രത്തോട് എന്നും ബഹുമാനം വെച്ച് പുലർത്തിയിട്ടുണ്ട്. പലപ്പോഴും അവരെ കാണുമ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ബഹുമാനം നൽകാറുമുണ്ട്. അത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ സാമൂഹിക ഇടപെടലിന്റെ ഭാഗവും ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിനകത്തുള്ള മതേതര മൂല്യവുമാണ്. പക്ഷേ ആ വസ്ത്രം ഇട്ടുകൊണ്ട് കള്ളം പറയരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തായാലും ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിലെ അധികൃതർ നിലപാട് തിരുത്തിയിരിക്കുന്നു എന്നുള്ളത് സന്തോഷ വാർത്ത തന്നെയാണ്. അവിടെ ഹിജാബിട്ടും ഷാളിട്ടും തട്ടമിട്ടും അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് സ്കൂൾ അധികൃതർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ വ്യക്തമാക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കാരണം അത്രത്തോളം വേദനിപ്പിച്ചിരുന്നു ആ പ്രധാന അധ്യാപികയുടെ വാക്കുകൾ. ഏറ്റവും കൂടുതൽ ഇതിനെതിരെ സംസാരിച്ചത് ക്രിസ്ത്യൻ സമൂഹം തന്നെയാണ്. ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരികയും കർക്കശമായിട്ട് നിലപാടോട് കൂടിയിട്ട് അവർ പറഞ്ഞു, തെറ്റായ തീരുമാനമാണ്, ഇത് തിരുത്തണം, ഇത് മുസ്ലിം സമുദായത്തിന് വേദനയുണ്ടാക്കുമെന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവലാൾ എന്നാണ് എടുത്തു പറയാനുള്ളത്. നോക്കുക, അതിശക്തമായ ഒരു പ്രതിരോധമുണ്ടായി. അതിശക്തമായ പ്രതിരോധത്തിൽ ആ സ്കൂൾ അധികൃതർക്ക് തങ്ങളെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്നവർക്ക് തോന്നി. പക്ഷേ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നത് അത്രത്തോളം മോശമായി തങ്ങളെ സമൂഹം കാണും എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ്. എന്തായാലും ആ പ്രധാന അധ്യാപികയുടെ വീഡിയോ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുമ്പോൾ അവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ പറഞ്ഞത് പിൻവലിക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ പോലും അവരാദ്യം പറഞ്ഞത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം സ്കൂൾ അധികൃതർ വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങളോടൊരു വൈരാഗ്യവുമില്ല, ഒരു വിദ്വേഷവുമില്ല, മറിച്ച് ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ 25 വകുപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം
അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വിരുദ്ധമായി നിലപാടെടുക്കുമ്പോൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളുടെ കടമ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഇതേപോലെയുള്ള വേട്ടയാടലുകൾക്ക് നിങ്ങൾ ഇരയാക്കപ്പെടുന്നുവോ അന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് ഞങ്ങൾ സംസാരിക്കും. സംശയം വേണ്ട. ഇന്ത്യക്കൊപ്പം, ഇന്ത്യ രാജ്യത്തിന്റെ മതേതര മുഖം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന രാജ്യത്തെ നല്ലവരായ ജനങ്ങളോടൊപ്പം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.